ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കസിന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഡെയ്താട്ടോ കസിന് പാർവതി. അവൾ കാനഡയിലേക്ക് പോവുക. അപ്പോൾ ഒരു ദിവസം ജസ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ്, അപ്പോൾ ഒരു ദിവസം ദുബായ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് ദുബായ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവളെ മംസാർ ബീച്ച് കാണിക്കാൻ പോയിട്ടോ. അപ്പോൾ രാവിലെ അവൾ വന്ന സമയത്തോട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അവൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാട്ടോ നമ്മളൊന്ന് കറങ്ങാൻ പോയത്. വെളുപ്പിനത്തെ ഫ്ലൈറ്റ് നമുക്ക് കാനഡയിലേക്ക് പോവുകയും വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മംസാർ ബീച്ചിലെടുത്ത് ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. 2-3 ഫോട്ടോ എടുത്തു. അവിടുന്ന് നമുക്ക് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് കാണാമെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോർ ആണ് കൂടുതലും, അങ്ങനെ മാളുകളൊക്കെ പോകാനാണ് തീരുമാനിച്ചത്. കാരണം വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്ന വെയിലല്ല. അപ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ തന്നെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി, അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ മാർക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ നല്ല രീതിയിൽ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി ലോങ് ആയി പോയതുകൊണ്ട് ഇന്നൊരു ഈവനിങ് ഫുള്ള് ഉള്ള കാര്യങ്ങൾ, ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ലൈവായിട്ട് മീനെ മേടിക്കാം, പിന്നെ അല്ലാതെ തന്നെ അക്വേറിയത്തിലുള്ള മീൻ, പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും. പ്രത്യേകിച്ച് രാവിലെയാണ് ഫ്രഷ് മീൻ വരുന്നത്. അപ്പോൾ പോയി മേടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഈ ചേറൊക്കെ മേടിച്ചാൽ സാധാരണ നമ്മൾ മേടിക്കുന്നതിനേക്കാളും ലാഭത്തിൽ അവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ ആട്ടോ അവളെ കൊണ്ട് കാണിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലം. പിന്നെ നമ്മൾ ആര് ദുബായി വന്നാലും ഫസ്റ്റ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ബുർജ് ഖലീഫയാണ്. അപ്പോൾ നമ്മൾ ദുബായ് മാളിലേക്ക് പോയി. ദുബായ് മാളും ബുർജ് ഖലീഫയൊക്കെ കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ തന്നെ വൈകിട്ടൊരു 4:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ മുകളിൽ നമ്മൾ ചൈന ടൗൺ എന്നൊരു ഏരിയ ഉണ്ട് ഈ ഒരു ദുബായ് മാളിനകത്ത്. ആ ഒരു ഏരിയ കൂടെ ആട്ടോ കയറിയത്. ഇപ്പോൾ ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്താൽ എല്ലാവരും ഇൻഡോർ സ്ഥലങ്ങളാണ്, കാരണം മോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബുർജ് ഖലീഫയുടെ ആ ഏരിയയിൽ ആൾ കുറവാണെങ്കിലും മോളിനകത്ത് അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൈന ടൗണിൻ്റെ ആ ഏരിയയിലൊക്കെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഏരിയയിലൂടെ ഒക്കെ വന്നിട്ട് പിന്നെ അവിടെ സ്നോ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ അതുവഴി അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കേട്ടോ. അപ്പോൾ അക്വേറിയം കാണാൻ ഫ്രണ്ട് ഏരിയയിൽ എപ്പോഴും ഇങ്ങനെ തിരക്കായിരിക്കും, നമുക്ക് അടുത്ത് കാണാനും പറ്റത്തില്ല. എന്നാൽ പലർക്കും അറിയാത്തൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തൂടെ അപ്സ്റ്റെയറിൽ കയറുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് അടുത്ത് നിന്നിട്ട് അക്വേറിയം കാണാൻ പറ്റും. അകത്തൂടെ നമ്മൾ കാണുന്ന പോലെ തന്നെ വെളിയിലൂടെ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് കണ്ടു. ഇവിടെ കൂടെ നമ്മൾ അക്വേറിയത്തിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ അക്വേറിയത്തിനകത്ത് ഞങ്ങൾ ഒരു വട്ടം കയറിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത്. അപ്പോൾ അതിൽ ഇതുപോലെ ഫിഷിനെയൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലൂടെ അങ്ങനെ അടുത്ത് കാണാൻ പറ്റും. പിന്നെ ക്രോക്കഡൈലിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട്, പിന്നെ പെൻഗ്വിൻ്റെ ഒക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഇതേ വ്യൂ ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇച്ചൂടെ കുറച്ച് ഏരിയയിൽ കാണാൻ പറ്റും അകത്ത് കയറിയ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മുകളിൽ പോയിട്ട് നമുക്ക് ഇത്രയും നല്ലതായിട്ട് കാണാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. തിരക്കും ഭയങ്കര കുറവാട്ടോ. ഈ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അപ്സ്റ്റെയറിൽ ലെഫ്റ്റിലല്ല റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇത്രയും അടുത്ത് നമുക്ക് ഗ്ലാസ്സിൽ തൊട്ട് നിന്ന് കാണാൻ പറ്റും. ഫ്രണ്ട് ഏരിയ വെളിയിൽ നിന്ന് കാണുന്നവർ ജസ്റ്റ് കണ്ടിട്ട് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. തെരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന ഗ്ലാസ്സിലൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. വളരെ കുറവ് അവിടെ കാരണം ആൾക്കാർക്ക് പലർക്കും അറിയാത്തൊരു ഏരിയ. കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നാൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഫ്രണ്ട് ഏരിയയിൽ എല്ലാവരും കൂടെ തിക്കിത്തിരിങ്ങി നിന്ന് നല്ലൊരു ഫോട്ടോയും കിട്ടത്തില്ല. ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തപ്പോൾ നല്ലതായിട്ട് ഞങ്ങൾക്ക് കിട്ടി. ആ ഒരു ഏരിയയിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആൾക്കാരുണ്ടാവും, അത്ര ഭംഗിയിൽ നമുക്ക് കിട്ടാറില്ല. അപ്പം ഇനിയും പോകുന്നവർ ഈ ഏരിയ പോയിട്ടില്ല, ഈ ഏരിയയിലൊന്ന് പോയി നോക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ലൈവായിട്ട് നമുക്ക് കാണാനും പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ബുർജ് ഖലീഫ നിൽക്കുന്ന ആ ഏരിയയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു 6 മണി, എൻ്റെ ഓർമ്മയിൽ ഒരു 6 മണി തൊട്ടാന്ന് തോന്നുന്നു അവിടെ ഫൗണ്ടൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു 5:30 ആയ ടൈമിൽ തന്നെ നമ്മൾ നല്ല വെയിലാണ്, നമുക്ക് നടക്കാൻ പറ്റുന്ന നല്ല ഉഷ്ണം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഫൗണ്ടൻ കാണേണ്ടവർ ഇച്ചിരി ഇരുട്ടിയിട്ട് വരുന്ന ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരുന്നതൊക്കെ ഒന്നുകൂടെ ഭംഗിയാണ്. അപ്പോൾ ആ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പം ഞങ്ങൾ ഞാനൊക്കെ വന്ന സമയത്ത് എനിക്ക് ഞാൻ എത്ര വട്ടം ബുർജ് ഖലീഫ പോയിട്ടുണ്ടെന്ന് കയറി. ഒരു വട്ടം ടോപ്പിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ടോപ്പിലും കയറി. ഈ വട്ടം കയറിയില്ല, അന്ന് ഞാൻ ഒരിക്കൽ പോയപ്പോൾ ടോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കൊള്ളാം. അപ്പം എനിക്ക് അത് തോന്നിയത് ഇരുട്ടുന്ന സമയത്താണ് ആ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ആ ഫൗണ്ടൻ കാണാൻ ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഈ ഏരിയ ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആണ്.
അതിൻ്റെ ഈ സൈഡിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ലോട്ടസിൻ്റെ ഈ വെള്ളത്തിലൊക്കെ ലോട്ടസ് നിൽക്കുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ അവൾ ഫസ്റ്റ് ടൈം ബുർജ് ഖലീഫയൊക്കെ കാണുക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ എന്നും ബുർജ് ഖലീഫ കണ്ടിട്ട് നമുക്ക് പിന്നെ എന്നും ഓക്കെ ആയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോവുക കേട്ടോ. നമുക്കവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു പൂളിൽ കൂടെ കുറച്ച് ബോട്ടിങ്ങിനൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ പക്ഷേ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലം കാണാൻ വേണ്ടി വൈകുന്നതുകൊണ്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് പോവുമായിരുന്നു. ഞങ്ങളപ്പോൾ ടൈം നോക്കിയപ്പോൾ ഒരു 6 മണി ആവാറായി, 5:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ചു ഫൗണ്ടനും കൂടെ കണ്ടിട്ട് പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് ഏരിയയിലേക്ക് നടന്നു. ആ ഭാഗത്താണ് ബോട്ടിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഈ ബുർജ് ഖലീഫയുടെ ഏറ്റവും ഇച്ചിരി ദൂരെയാണ് ബുർജ് ഖലീഫ. നമ്മൾ ഏറ്റവും അടിഭാഗം വന്ന് അവിടെ ഇങ്ങനെ വെള്ളം പോലെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വെള്ളത്തിൽ ജസ്റ്റ് തൊട്ട് നല്ല ചൂട് വെള്ളമായിരുന്നു വരുന്നത്. കാരണം അത്ര ടെമ്പറേച്ചറാണ്, നമുക്ക് ഒട്ടും വെളിയിൽ പോകാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂട് വെള്ളം അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എടുത്തു. ആക്ച്വലി ഈ ദുബായ് മോൾ തന്നെ നടന്നപ്പോൾ തന്നെ കാല് കഴച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അത്ര വലിയ, ഞാൻ ഇതുവരെ ദുബായ് മോൾ കുറേ വട്ടം പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഫുള്ളൊന്നും കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും വലുതാണല്ലോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ പോകുന്നത്. ഇവിടെ തന്നെയാണ് ഫൗണ്ടന് നടക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ലോട്ടസിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട്, അവിടെ ഇച്ചിരി ആൾ കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. അപ്പുറത്തേക്ക് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കറക്റ്റ് 6 മണി ആയപ്പോൾ തന്നെ ഫൗണ്ടൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൗണ്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്ന ക്ഷീണത്തിന് ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഉച്ചയ്ക്ക് അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഐസ്ക്രീം ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഐസ്ക്രീം കഴിക്കാൻ. ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, കാരണം ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് അവസാനം ഞാൻ അങ്ങനെ ഐസ്ക്രീം വീണ്ടും കഴിച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മധുരം കഴിച്ച് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി നിർത്തണം എന്നൊക്കെ വിചാരിച്ചിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ദുബായ് മാളിനകത്ത് തന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. ഈ ദുബായ് മാളിൽ വരുന്നവർക്ക് നല്ല ഫോട്ടോസിന് പറ്റിയ ഫ്രെയിമുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലം നല്ലതാണ് ഫോട്ടോസിനൊക്കെ. അപ്പം ഞങ്ങൾ അവിടെയും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ഞങ്ങൾ ഇച്ചിരി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 6-6:30 ആയപ്പോൾ തന്നെ നമ്മൾ ക്രീക്ക് ഹാർബറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ക്രീക്ക് ഹാർബറിൽ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പോയ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ. അപ്പോൾ പോകാത്തവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം. പക്ഷെ തണുപ്പൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ക്രീക്ക് ഹാർബറിൽ. കാരണം ഒരുപാട് ഏരിയ നടക്കാനുണ്ട്. നമുക്ക് തണുപ്പുള്ള സമയത്ത് ഇത്രയും നടന്ന് കവർ ചെയ്ത്, പ്രത്യേകിച്ച് ഒരു 6:30-7 മണിക്ക് ആ ടൈമിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നായിട്ട് അസ്തമിച്ച ശേഷം ലൈറ്റൊക്കെ വരുന്ന സമയത്തും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. അപ്പോൾ പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും അങ്ങ് പോകാമെന്നൊരു തോന്നലുണ്ടായി. പിന്നെ അവളെ എല്ലാം കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നടന്നു അപ്പോൾ ആ ഒരു തണുപ്പാണെങ്കിൽ നമുക്ക് ഒട്ടും മടുക്കാത്തൊരു പ്ലേസ് ആട്ടോ ഈ ക്രീക്ക് ഹാർബർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒത്തിരി വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഈ ചൂടായതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമേ ആക്ച്വലി നടന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡിലോട്ട് നടക്കാൻ ഞങ്ങൾ ഫുൾ നടന്നിട്ടുണ്ട്. പക്ഷെ അവളെയും കൊണ്ട് ഇത്രയും ദൂരം അവൾ ഇനിയും ട്രാവൽ ചെയ്ത് പോകേണ്ടതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഏരിയ ഒന്ന് കവർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ പഴയ വീഡിയോയിൽ കിടപ്പുണ്ട്. ഈ വട്ടം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചേ. പക്ഷേ ബോട്ടിങ്ങിന് പോയപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പക്ഷേ ഇവിടുന്ന് ബോട്ടിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടുന്ന് അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ട് ചെയ്യും. പിന്നെ അവിടെ ചോദിച്ചപ്പോഴാണ് ആർട്ടിയയുടെയാണെന്ന് നമ്മൾ അറിഞ്ഞു. ഇവിടുന്ന് അപ്പുറത്തെ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി കൂടുതലും ഈ ബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 മിനിറ്റേ ഉള്ളൂ അപ്പുറത്ത് എത്തും പെട്ടെന്ന്. അപ്പോൾ 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ഇവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും ടിക്കറ്റ് എടുത്താൽ മതി, 2 ദിർഹംസ് ഒന്നുകൂടെ എടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്നാൽ ശരി കുഴപ്പമില്ല
ഞങ്ങൾ വിചാരിച്ചു അല്ലാതെ പോകുന്ന ബോട്ടാന്ന് വെച്ചിട്ടാണ്. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അമ്മ വന്ന സമയത്ത് ഇതുപോലെ കയറാമെന്ന് വെച്ച് പോയ സമയത്ത് അന്ന് നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കയറാനേ പറ്റില്ല. കുറേ നേരം അരമുക്കാൽ മണിക്കൂർ ക്യൂ നിന്നിട്ട് പോലും തിരക്ക് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ വട്ടം ചൂടായതുകൊണ്ട് തന്നെ വലിയ ആളൊന്നുമില്ല, അത്യാവശ്യം അപ്പുറത്തോട്ട് പോകേണ്ടവർ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചോദിച്ചു ഓക്കെ കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇനിയൊന്നും തണുപ്പുള്ള സമയത്തൊന്നും കൂടെ പോകണമെന്നുണ്ട്. നല്ല യാത്രയായിരുന്നു, കാരണം നല്ല കാഴ്ചകളാണ്. നമുക്ക് ബുർജ് ഖലീഫ വ്യൂ, ആക്ച്വലി ഈ വീഡിയോയിലൊന്നും എനിക്ക് ഈ വ്യൂ നല്ല രീതിയിൽ ഈ ലൈറ്റിങ്സൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കണ്ണിലൂടെ കാണുന്ന പോലെ അല്ല ഈ ക്യാമറയിലൂടെ കാണുന്നത്. അതിലും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ബുർജ് ഖലീഫയെക്കാളും എനിക്ക് ഫേവറേറ്റ് ക്രീക്ക് ഹാർബർ ആട്ടോ, ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഈ ബസ്സിലും മെട്രോയിലും ഒക്കെ യൂസ് ചെയ്യുന്ന കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കയറാം. അപ്പോൾ ഞങ്ങൾ കാർഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ അല്ലാതെ ടിക്കറ്റ് എടുത്തു. നോർമലി ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ കയറാൻ പറ്റും. അവർ സ്കാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് തുടക്കം അവർ പെതുക്കിയ കേട്ടോ പോയത്. ഈ ഏരിയയിൽ നിന്ന് ഒന്ന് പെതുക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് പെതുക്കേ പോകത്തുള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ അപ്പുറത്ത് എത്തി കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ. തിരിച്ചും അത്രയും തന്നെ. നമുക്ക് അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അപ്പുറത്തെ സൈഡിലും വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. AC ഒക്കെ ഇട്ടിട്ടുള്ള. അപ്പം നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. ടൈം ആകുമ്പോൾ അവർ വന്നിട്ട് വിളിക്കും, അങ്ങോട്ട് പോകാനുള്ളവർ വരാൻ പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ കയറിപ്പോകാം. അതുകൊണ്ട് നല്ലൊരു യാത്രയായിരുന്നു. ഇത്രയും ചൂടായിട്ട് പോലും അത് ഇരുന്നിട്ട് നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര ഒരു നമുക്ക് കൊള്ളില്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ തണുപ്പാകുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും ഒന്നുകൂടെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്രീക്ക് ഹാർബറിൻ്റെ, ബോട്ടിങ്ങിൻ്റെ അല്ല, ക്രീക്ക് ഹാർബറിനാണ് നേരത്തെ പോയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓടിച്ചു വിടുകയോ അത് കട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല, കാരണം നല്ല വ്യൂ ആയതുകൊണ്ട് ഞാൻ ഫുള്ളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ അവർ ടൈം ആയപ്പോൾ നമ്മളെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തോട്ട് പോകേണ്ടവർക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് സത്യം പറഞ്ഞാൽ അതേ ബോട്ടിൽ തന്നെ ഞങ്ങൾ തിരിച്ച് കയറിയത്. ആക്ച്വലി അപ്പുറം ഇപ്പുറം ആൾക്കാർക്ക് പോകുന്ന കണക്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ട് പിന്നെയും തിരിച്ച് അവിടെ തന്നെ എത്തി കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഫൗണ്ടനും അങ്ങനെ കുറേ ഏരിയ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള, നല്ല രസമുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ പെറ്റ്സൊക്കെ ആയിട്ടൊക്കെ നടക്കാൻ വരുന്നു, കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടിട്ടും പിന്നെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു, അവിടെ നിന്ന് പോരുക കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേര സിറ്റി സെൻറ്ററിലാട്ടോ പോയത്. അപ്പം തന്നെ ടൈം ഒത്തിരി ലേറ്റായി, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ ദേരയിൽ കമ്മത്തിലാട്ടോ കയറിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാനൊക്കെ ഭയങ്കര റബ്ബറി ആയിട്ട് ഹാർഡായിട്ട് എൻ്റെ വായൊക്കെ മുറിയൊക്കെ ചെയ്തു.
പിന്നെ എന്ത് ചെയ്യാനാണ്, പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് ടൈം ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫെസ്റ്റിവൽ സിറ്റി പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, എനിക്ക് ഒട്ടും വയ്യാതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവളെ എയർപോർട്ടിൽ കൊണ്ടുവിടും. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്കാണ് ഡയറക്റ്റ് പോയത്. അതിന് ഏട്ടന് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ കൊണ്ട് എയർപോർട്ടിൽ വിട്ട്, അപ്പം അവൾക്ക് 3 മണിക്കായിരുന്നു കാനഡയിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ അവളെ ഞങ്ങൾ യാത്ര അയച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഏട്ടന് 5 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ട. അപ്പോൾ തന്നെ സമയം 12 മണിയൊക്കെ ആയായിരുന്നു. 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അവൾ അവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.